ഇന്നത്തെ വീഡിയോ വഴുതനങ്ങയും കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്താണ്. അപ്പോൾ നമ്മൾ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കറുത്ത് പോയിരിക്കാനും അതിൻ്റെ ചെറിയ കറയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ഒരു 3 വറ്റൽമുളക് അരിഞ്ഞെടുത്താണ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഇനി ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ചിലരൊന്നും ഒരു ലൈക്ക് പോലും തരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒരു ലൈക്കെങ്കിലും തരിക. പിന്നെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്താട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി വാട്ടിയപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താണ്. അപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക കേട്ടോ. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരണ്ടി എടുത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് തേങ്ങയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല രുചിയാവും കേട്ടോ. ഇത് മാത്രമല്ല, ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ തേങ്ങ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ തേങ്ങ ഒന്ന് വെന്തിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായാൽ അതിലേക്ക് ഒരു 3 കോഴിമുട്ട കൊണ്ട് പൊട്ടിച്ചൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചേർക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നത്. ഇനി കോഴിമുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ വേറെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ. ഈ ഒരു കുരുമുളക് പൊടി മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റുള്ള മസാല ഒന്നും ചേർക്കണില്ല. അതുകൊണ്ടാണ് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ എടുത്തത്. ഇനി ഇതൊന്ന് ചിക്കി എടുക്കാം. നമുക്ക് നന്നായിട്ടുണ്ട് ചിക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ടിക്കായി കഴിഞ്ഞാലേ ഇതെല്ലാം പാടെ കൂടിയിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ. വഴുതനങ്ങ വാങ്ങുമ്പോൾ ഒരു വട്ടമെങ്കിലും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല രുചിയാണ്. ഇത്ര ഉള്ളൊരു സംഭവം എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറിനൊക്കെ ഇത് മാത്രം മതിയിട്ട് കഴിക്കാൻ, വേറെ ഒന്നിൻ്റെ ആവശ്യമല്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.